Hi dears, welcome back to Salem Learning. It's me, Shahid Ramzan. മക്കളെ നിങ്ങൾ എല്ലാവരും എനിക്കറിയാം നന്നായിട്ട് പഠിക്കാൻ വേണ്ടി തയ്യാറായ കുട്ടികൾ തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ എയിം എന്ന് പറയുന്നത് മിക്കവാറും A+ വാങ്ങണം അല്ലെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങണം എന്ന് തന്നെയായിരിക്കും, യാതൊരു സംശയം വേണ്ട. ഇനി തോറ്റ കുട്ടിയാണെങ്കിൽ പോലും അവരുടെ എയിം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അത്യാവശ്യം ഐഡിയ ഉള്ള കുട്ടികൾക്കുള്ള വീഡിയോ ആണ്. ഇതിൽ നിങ്ങൾക്ക് അഥവാ നിങ്ങളുടെ എക്സാം ടഫായിട്ട് വരികയാണെങ്കിൽ ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഈ ചോദ്യങ്ങൾ മിസ്സാക്കാൻ പാടില്ല. എങ്ങനെയാണ് ഇതിന്റെ ആൻസർ ചെയ്യുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, എല്ലാം നോട്ട് ചെയ്ത് എഴുതി വെക്കുക. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന കുറച്ച് ടഫുള്ള ചോദ്യങ്ങളാണ്. സോ ഇതുപോലെ എല്ലാ ചാപ്റ്ററിന്റെയും വീഡിയോസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഈ ഒരു വീഡിയോയുടെ ഫീഡ്ബാക്കും അതോടൊപ്പം തന്നെ വേറെ ഏത് ചാപ്റ്ററിനാണ് നിങ്ങൾക്ക് ഇതുപോലെ ആവശ്യമുള്ളത് എന്നും നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. സോ നമുക്ക് തീർച്ചയായിട്ടും ആ വീഡിയോയിലേക്ക് വരും. ഒന്നാമത്തെ ചോദ്യം ഇതാണ് മക്കളെ. ഒരുപക്ഷെ പല കുട്ടികൾക്കും ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ പല കുട്ടികൾക്കും അറിയില്ല. ഇത് നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ, അതായത് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിനോ അല്ലെങ്കിൽ മോഡൽ എക്സാമിനോ ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പൊ ഈ ചോദ്യം വരില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പലപ്പോഴും നമ്മൾ ലൈവുകളൊന്നും അങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ അല്ല. അപ്പൊ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളിലെ ഒരു ചോദ്യമാണിത്. ഷോ ദാറ്റ് tan x into tan 2x into tan 3x equal to tan 3x minus tan 2x minus tan x. ഈ രീതിയിലൊരു ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, ഈ ഒരു സ്റ്റെപ്പ് മാത്രം ആലോചിച്ചാൽ മതി. tan 3x നെ നമുക്ക് എങ്ങനെ എഴുതാം? tan of 2x plus x എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? tan of 2x plus x എന്ന് എഴുതാം. വളരെ സിമ്പിൾ ആണ്. tan of 2x plus x എന്ന് എഴുതാം. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? വളരെ സിമ്പിൾ ആണ്. tan of x plus y എന്ന് പറഞ്ഞാൽ മക്കളെ എഴുതി വെച്ചോളൂ, ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് പരീക്ഷയ്ക്ക് വന്ന ഭാഗമാണ്. tan of x plus y എന്ന് പറഞ്ഞാൽ tan x plus tan y divided by 1 minus tan x into tan y. ഓക്കെ, ഇനി tan x മൈനസ് ആണെങ്കിലോ tan x minus tan y divided by 1 plus tan x in tan y. അത്രേ ഉള്ളൂ ഇക്വേഷൻ. ഈ ഒരൊറ്റ ഇക്വേഷൻ വെച്ചിട്ടാണ് ഈ ആൻസർ ചെയ്യുന്നത്. സോ tan of x plus y എന്നാൽ tan xന്റെ സ്ഥാനത്ത് tan x plus tan yന്റെ സ്ഥാനത്ത് tan x divided by 1 minus tan x into tan y. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 2x വൈന്റെ സ്ഥാനത്ത് x ആണ്. സിമ്പിൾ അല്ലേ? ഒരു പണിയുമില്ല. ഈ കംപ്ലീറ്റ് ടേമിനെ ഈക്വൽ ടു അങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. tan 3x into 1 minus tan 2x into tan x ഈക്വൽ ടു, അപ്പോൾ ഈ ടേമിനെ കംപ്ലീറ്റ് നമ്മൾ ഈക്വൽ ടു അങ്ങോട്ട് കൊണ്ടാൽ ഇവിടെ ബാക്കി ആരാ ഉള്ളത്? tan 2x plus tan x ആണ്. tan 2x plus tan x ആണ്. സെറ്റ് അല്ലേടാ? സെറ്റ് അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ tan 3x നെ എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്താ ആൻസർ വരുന്നു? tan 3x into 1 ദാറ്റ് ഈസ് ഈക്വൽ ടു tan 3x. അടുത്തത് മൈനസ് tan 3x into tan 2x into tan x മൈനസ് tan 3x into tan 2x into tan x ഈക്വൽ ടു ആരാ ഇവിടെ ബാക്കിയുള്ളത്? ഇവിടെ ബാക്കിയുള്ളത് tan 2x plus tan x ആണ്. tan 2x plus tan x tan 2x plus tan x. നമുക്കറിയാം ഈ മൈനസ് കംപ്ലീറ്റ് ടേമിനെ ഈക്വൽ ടു അങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ആ മൈനസ് ടേം കംപ്ലീറ്റ് അങ്ങോട്ട് പോയാൽ tan 3x into tan 2x into tan x. ഈ കംപ്ലീറ്റ് ടേമിനെ ഈക്വൽ ടു അങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്താ സംഭവിക്കുക? tan 3x minus tan 2x minus tan x. മക്കളെ ഇതല്ലേ പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ നോക്കി നോക്കൂ. tan 3x minus tan 2x minus tan x is equal to tan 3x into tan 2x into tan x. പ്രൂവ്. ഇത്ര പണിയുള്ളൂ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ പല കുട്ടികളും ഇത് ചെയ്യാറില്ല. അതുകൊണ്ട് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ഒരു ഫുൾ മാർക്കൊക്കെ കിട്ടേണ്ട ആളുകളാണെങ്കിൽ ഒരിക്കലും ഈ ചോദ്യം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇതേ രീതിയിൽ നിങ്ങൾക്കൊരു A+ ലെവലിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത് tan 15 ഡിഗ്രി. മക്കളെ tan 15 ഡിഗ്രി ഇതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. tan 15 ഡിഗ്രിനെ നിങ്ങൾക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യാം. tan of 45 minus 30 എന്ന് എഴുതാം. tan of 45 minus tan x minus tan y divided by 1 plus tan x into tan y. ഇതാണ് മെത്തേഡ്. ഓക്കെ അല്ലേ? ഇതെല്ലാവർക്കും അറിയാം, ഇതൊക്കെ നിങ്ങൾ ചെയ്യും. പക്ഷേ നിങ്ങൾ ഈ ഒരു സ്റ്റേജിലേക്ക് എത്താൻ നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പറയുന്നത് കേട്ടോളൂ മക്കളെ. സോ ദ ആൻസർ ഈസ് tan 45 എന്ന് പറഞ്ഞാൽ 1 ആണ്. tan 30 എന്ന് പറഞ്ഞാൽ 30:60:90. അത് വെച്ചാൽ നിങ്ങൾക്ക് 1/√3 കിട്ടും. ഡിവൈഡഡ് ബൈ 1 plus 1 into 1/√3. അതായത് ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ √3 minus 1/√3 √3 into 1 √3 minus 1 divided by √3 whole divided by, ഇവിടെ നിങ്ങൾക്ക് 1 പ്ലസ് ആണ്. 1 into 1/√3 ആണ്, √3 ആണ്. അപ്പൊ ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ √3 plus
1/√3 എന്ന് കിട്ടും. √3 + 1 /√3. അപ്പൊ നമുക്ക് ഒരു കാര്യം വെട്ടാം, √3 വെട്ടാം. സോ ഫൈനൽ ആൻസർ ഈസ് √3 - 1/√3 + 1. നിങ്ങളുടെ എക്സാമിന് ഫൈൻഡ് tan 15 എന്ന് മാത്രമാണ് ചോദിച്ചതെങ്കിൽ ഇവിടം വരെ എഴുതിയാൽ ഫുൾ മാർക്കാ. പക്ഷെ ഇവിടുത്തെ ചോദ്യം ഇതിനെ നിങ്ങൾക്ക് 2 - √3 എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് ഇതിന്റെ ബാക്കി കൂടി നിങ്ങൾ സോൾവ് ചെയ്യണം. നമ്മൾ ഇതിന്റെ കോൺജുഗേറ്റ് എടുത്ത് രണ്ട് ഭാഗത്തും മൾട്ടിപ്ലൈ ചെയ്യുന്നു. √3 + 1 √3 - 1 എടുത്ത് രണ്ട് ഭാഗത്തും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? മുകൾ ഭാഗത്ത് √3 - 1 ഹോൾ സ്ക്വയറും ആൻഡ് ഡിനോമിനേറ്ററിൽ a + b × a - b, ദാറ്റ് ഈസ് a² - b². a + b × a - b എന്ന് പറഞ്ഞാൽ എന്താടാ? a² - b² ആണ്. സോ അതിൽ നിന്നും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ കണ്ടെത്താം. √3 - 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a² - 2ab + b² ഡിവൈഡഡ് ബൈ a² - b², ദാറ്റ് ഈസ് 3 - 1. √3 ഓസ്കാന 3 - 2√3 + 1 ഡിവൈഡഡ് ബൈ 2. 3 + 1 എന്നാൽ 4. 4 - 2√3 ഡിവൈഡഡ് ബൈ 2. ഇതിൽ നിന്ന് നിങ്ങൾക്ക് 2 കോമൺ ആയിട്ട് പുറത്തെടുക്കാം. 2 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 2 - √3 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അവിടെ നിങ്ങൾക്ക് 2 2 കട്ട് ചെയ്തുകൊണ്ട് ഇതിന്റെ ആൻസറിലേക്ക് എത്താം. ഇതാണ് ഫൈനൽ ആൻസർ. മക്കളെ, ഞാൻ പറയുന്നു, ഈ മോഡൽ ചോദ്യങ്ങൾ, ഈ ഒരു സീരീസ് നിങ്ങൾക്ക് തുടങ്ങാനുള്ള ആഗ്രഹം തന്നെ, നിങ്ങൾക്ക് ഏത് ചോദ്യം വന്നാലും നിങ്ങൾ അത് തല കറങ്ങുന്ന രീതിയിലുള്ള ചോദ്യം ആവരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. സോ മസ്റ്റ് ആയിട്ടും ഇതിന്റെ ഫീഡ്ബാക്കും അതോടൊപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റർ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ആവശ്യമായിട്ട് നിങ്ങൾ ഇത് കാണുക. കാരണം നിങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാനും പ്രയത്നിക്കാനും പഠിപ്പിച്ചു തരാനും ഞങ്ങൾ തയ്യാറാണ്. യാതൊരു സംശയവും വേണ്ട കേട്ടോ. കട്ടൊക്കെ കൂടെ ഉണ്ടാവും. നിങ്ങൾ പഠിക്കാൻ തയ്യാറായാൽ മതി. ഇനിയുള്ള ദിവസങ്ങൾ എല്ലാ ലൈവ് ക്ലാസ്സുകളും മിസ്സാവാതെ കാണുക. ഉറപ്പിച്ചോ, നിങ്ങൾ വിചാരിച്ചതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് മാർക്ക് നിങ്ങൾക്ക് കിട്ടും. യാതൊരു സംശയം വേണ്ട. സെയിം ഐഡിയ എന്ത് ചെയ്യാം? നമുക്കറിയാം tan 45 ആൻസർ 2 - √3 ആണ്. cot 15 ആൻസർ 1/2 - √3 ആണ്. ഓക്കെ, ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ 2 - √3 × 2 - √3 × 2 - √3 + 1 ഡിവൈഡ് ബൈ 2 - √3. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. a - b × a - b നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 4ലേക്ക് എത്താൻ പറ്റും കേട്ടോ. സെയിം ചെയ്ത മോഡൽ ചെയ്താൽ മതി. ഇനി അല്ലെങ്കിൽ കോൺജുഗേറ്റ് കൊണ്ട് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യുക. 2 + √3 ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ ഐഡിയ പോലെ ചെയ്യാം. നിങ്ങൾ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ വേണമെങ്കിൽ കോൺജുഗേറ്റ് കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ എന്താ വരിക? 2 + √3 2 + √3. അപ്പോൾ ഇത് ഈസ് ഈക്വൽ ടു 2 - √3 + 2 + √3 ഡിവൈഡ് ബൈ a² - b², 4 - √2² 4 - 3. അപ്പോൾ ഇത് കിട്ടും 2 - √3 + 2 + √3 കിട്ടും. മൈനസ് വെട്ടി 2 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഈസി ആയിട്ട് ആൻസർ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒരു A+ ലെവൽ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ പറഞ്ഞു തന്നുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലായി എന്ന പ്രതീക്ഷയോടുകൂടി, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഏറ്റവും നല്ലത്, ഇതുപോലെ എല്ലാം പ്ലസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഏറ്റവും വലിയ നമ്പറും ഏറ്റവും ചെറിയ നമ്പറും ഒരുമിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? cos 4x + cos 2x. പിന്നെ ആ ഒറ്റക്കുള്ള ആളെ പുറത്തെടുക്കുക. cos 3x ഡിവൈഡഡ് ബൈ sin 4x + sin 2x + sin 3x. ഇങ്ങനെ എഴുതാം. ഓക്കെ, ഈക്വൽ ടു cot 3x എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാറുള്ളത്. ഇത് നിങ്ങൾക്ക് അറിയാലേ, ഇത് ഞാൻ ഒരുപാട് തവണ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ്. cos x + cos y. മക്കളെ, cos x + cos y ആണെങ്കിൽ ഉറപ്പിച്ചോ 2 cos x + y/2. x എന്ന് പറഞ്ഞാൽ 4, x + y 4 + 2 അതിന്റെ പകുതി 6ന്റെ പകുതി 3x. 2 cos 3x. അടുത്ത cos തന്നെ, cos x - y/2. 4 - 2 2 അതിന്റെ പകുതി ഒരു x, cos x പ്ലസ് ഇവിടെ ഒരു cos 3x ബാക്കിയുണ്ട് 3x ഡിവൈഡഡ് ബൈ sin x + sin y. നമുക്കറിയാം sin x + sin y പറഞ്ഞാൽ 2 sin x + y/2. again cos x - y/2 plus sin 3x. ഇങ്ങനെ വരും. ഇത് സോൾവ് ചെയ്താൽ ഈ സെയിം മെത്തേഡിൽ നമുക്ക് ഇവിടെ സോൾവ് ചെയ്യാം. ഇത് ബാക്കി വന്നു, അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ടേം കോമൺ ആയിരിക്കും. ഏത്? cos 3x കോമൺ ആയിരിക്കും. ഈ പുറത്തെടുത്ത ടേം കോമൺ ആയിരിക്കും. അപ്പൊ അത് നമുക്ക് പുറത്തെടുക്കാം. സോ അതിന് പുറത്തെടുക്കുകയാണെങ്കിൽ പല ആൾക്കാരും ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക്, ഇതും വെട്ടും വെട്ടരുത്. ഇതും വെട്ടും വെട്ടരുത്. തെറ്റാണ്. കാരണം ഇവിടെ പ്ലസ് ഉണ്ട്. അപ്പൊ നമുക്ക് ആ cos 3x പുറത്തെടുക്കുകയാണെങ്കിൽ, cos 3x പുറത്തെടുത്താൽ എന്താ സംഭവിക്കുക? cos 3x പുറത്തെടുത്താൽ കറക്റ്റ് അല്ലേ? cos 3x പുറത്തെടുത്താൽ cos 3x × 2 cos x + 1. 2 ഇവിടെ ഇത് വരും, cos x വരും പ്ലസ് 1
ഡിവൈഡഡ് ബൈ സൈൻ 3x പുറത്തെടുത്താൽ സൈൻ 3x ഇൻറ്റു 2 cos x പ്ലസ് 1. മക്കളെ ഇത് രണ്ടും ഇൻറ്റു ടേം ആണ്. ഇതൊരു ടേം, ഇതൊരു ടേം. അപ്പോൾ നമുക്ക് ഈ രണ്ട് ടേമും വെട്ടാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും വെട്ടിപ്പോയാൽ cos 3x ബൈ സൈൻ 3x ദാറ്റ് ഈസ് ഈക്വൽ ടു cot 3x. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഈ കാണുന്നതാണ്. സോ ഒറ്റ ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് ഈ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കും. മസ്റ്റ് ആയിട്ടും ക്ലാസ്സിന്റെ ഫീഡ്ബാക്കും നിങ്ങൾക്ക് ഇനി ഏത് ചാപ്റ്റർ വേണമെന്നും കൂടി നിങ്ങൾ കമന്റ് ചെയ്യണം മക്കളെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഒരു A+ ലെവൽ ചോദ്യങ്ങൾ വരുന്നത് tan of x plus y എന്ന ഫോർമാറ്റിൽ നിന്നാണ്. നോക്കാം കേട്ടോ. tan of x plus y എന്ന് പറഞ്ഞാൽ tan x plus tan y. ഇത് മാത്രമാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. tan x plus tan y minus tan x divided by 1 minus tan x into tan y divided by ഇവിടെ ഇത് tan of x minus y എന്ന് പറഞ്ഞാൽ tan x minus tan y divided by 1 plus tan x into tan y into tan y. ഓക്കെ, സെയിം മെത്തേഡിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഒന്നും കോമൺ ആയിട്ട് കട്ട് ചെയ്യാനല്ല, കട്ട് ചെയ്യരുത്. കട്ട് ചെയ്യാനില്ലെങ്കിൽ കട്ട് ചെയ്യരുത്. ചില ആൾക്കാർക്ക് എന്ത് കണ്ടാലും വെട്ടുന്ന ഒരു സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. വെട്ടരുത് മക്കളെ. അപ്പോൾ നമുക്ക് tan pi by 4 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ദ ആൻസർ ഈസ് 1 plus tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് tan pi 4 1 ആണ്. 1 into tan x 1 minus tan x ഹോൾ ഡിവൈഡഡ് ബൈ 1 minus tan x 1 minus tan x ഡിവൈഡഡ് ബൈ 1 plus tan x 1 plus tan x. ഇവിടെ ഒരു കാരണവശാലും ഇതും വെട്ടരുത് കേട്ടോ. കാരണം ഏറ്റവും അടിയുള്ളതോ ഏറ്റവും അടിയുള്ളൂ ഇതും വേണമെങ്കിൽ വെട്ടാണ്ടെങ്കിൽ വെട്ടാം, അല്ലെ വെട്ടരുത്. അപ്പോൾ നമുക്ക് ഇത് a/b/c/d എന്ന് പറഞ്ഞാൽ നമുക്കറിയാം a/b/c/d എന്ന് പറഞ്ഞാൽ a/b ഇൻറ്റു d/c ആണ്. ആ ഒരു ഫോർമാറ്റിൽ ഇതിന് എഴുതാം 1 plus tan x ഇൻറ്റു 1 plus tan x. ഏറ്റവും അടിയത്തെ ടേം ഏറ്റവും മുകളിൽ വരും ഡിവൈഡഡ് ബൈ 1 minus tan x ഇൻറ്റു 1 minus tan x. ഓക്കെ, അപ്പോൾ 1 plus tan x into 1 plus tan x എന്നാൽ 1 plus tan x ഹോൾ സ്ക്വയർ ആണ്. 1 minus tan x into 1 minus tan x എന്നാൽ 1 minus tan x ഹോൾ സ്ക്വയർ ആണ്. രണ്ടിലും സ്ക്വയർ കോമൺ ആയതുകൊണ്ട് നമുക്ക് പുറത്തെടുക്കാം. സോ ആൻസർ ഈസ് 1 plus tan x ഡിവൈഡഡ് ബൈ 1 minus tan x ഹോൾ സ്ക്വയർ. സോ ഹെൻസ് ഈ പ്രൂഫ്. ഇതാണ് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇതുപോലെ വീഡിയോകളൊക്കെ ഉപകാരപ്പെട്ടു എന്ന പ്രതീക്ഷയോടുകൂടി കൂടുതൽ ഉപകാരപ്പെടുന്ന വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബൈ.